നമസ്കാരം. പൗരത്വ നിയമത്തിൽ കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ നിലപാട്. ഇന്ത്യ മുന്നണിയിൽ വിശ്വാസക്കുറവെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിന് അണികളെയും ജനങ്ങൾക്ക് കോൺഗ്രസിനെയും വിശ്വാസമില്ലാതായി. ഇന്ത്യ മുന്നണിയിൽ വിശ്വാസക്കുറവുണ്ട് എന്നതാണ് MV ഗോവിന്ദൻ പറയുന്നത്. എന്നാൽ കോൺഗ്രസിനെ അല്ല എങ്കിൽ പിന്നെ ആരെയാണ് ഇക്കാര്യത്തിൽ വിശ്വസിക്കേണ്ടതെന്ന് പൊതുജനങ്ങൾ ചോദിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി പറയും പോലെ കോൺഗ്രസിൽ നിന്ന് അധികം ആളുകൾ പാർട്ടി മാറിപ്പോകുന്നുണ്ട് എന്ന് കരുതി കോൺഗ്രസിനെ വിശ്വസിക്കാതിരിക്കാനും CPM-നെ വിശ്വസിക്കാനും സാധിക്കുന്നത് എങ്ങനെയെന്നതാണ് ഗോവിന്ദൻ മാഷിനോട് ചോദിക്കുന്നത്. ഗോവിന്ദൻ മാഷ് അത്തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിനെ അടിച്ചമർത്തുന്ന രീതിയിൽ ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതത്ര വില പോകില്ല എന്ന് പൊതുജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. കോൺഗ്രസിലെ പ്രവർത്തകരെല്ലാം പാർട്ടി വിട്ടു പോകുന്നത് കണ്ട ഈ ഗ്യാപ്പ് നോക്കി ഗോളടിക്കാൻ ഗോവിന്ദൻ മാഷ് ശ്രമിക്കുമ്പോൾ അത് നടക്കില്ല എന്ന രീതിയിൽ പല പ്രതികരണങ്ങളും വരുന്നുമുണ്ട്. കോൺഗ്രസിനെ വിശ്വസിക്കാത്തവർ CPM-നെ വിശ്വസിച്ച് CPM-ലേക്ക് വരും എന്ന ഗോവിന്ദൻ മാഷിന്റെ ആശ അത്ര പ്രാവർത്തികമാകില്ല എന്ന് ചുരുക്കം. എന്തായാലും അംഗബലം കൂട്ടാൻ വേണ്ടി കോൺഗ്രസിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വജ്രായുധം എന്ന് പറയുന്നത് പൗരത്വ നിയമം തന്നെയാണ്. പൗരത്വ നിയമത്തിൽ കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ നിലപാടാണ് ഉള്ളത് എന്നും ഇന്ത്യ മുന്നണിയിൽ വിശ്വാസക്കുറവുണ്ട് എന്നും അദ്ദേഹം ആരോപിക്കുകയാണ്. ആരാണ് BJP-യിലേക്ക് പോകാതിരിക്കുക എന്നൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നും ദേശീയ തലത്തിൽ പോലും എല്ലാ തലത്തിലും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിലും KC വേണുഗോപാൽ ആലപ്പുഴയിലും ഒതുങ്ങിയെന്നും ഗോവിന്ദൻ മാഷ് പറയുകയുണ്ടായി. കോൺഗ്രസിൽ സംഘടന നോക്കാൻ ആളില്ല എന്നതാണ് ഗോവിന്ദൻ മാഷിന്റെ അവകാശവാദം. മൃദു ഹിന്ദുത്വ നിലപാട് പൗരത്വ നിയമത്തിൽ തെളിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. പൗരത്വ നിയമത്തിലെ കോൺഗ്രസിന്റെ മൗനം മൃദു ഹിന്ദുത്വത്തിന്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. നിയമം നടപ്പാക്കരുത് എന്ന് കോൺഗ്രസിന് ആഗ്രഹമില്ല. കേരളത്തിൽ കോൺഗ്രസ് കാണിക്കുന്നത് കാപ്പട്യം നിറഞ്ഞ സമീപനമാണ് എന്നും തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രം നിയമത്തെ എതിർക്കുന്നുവെന്നും നിന്ന് പിഴയ്ക്കാനുള്ള കാപ്പട്യം മാത്രമാണ് കോൺഗ്രസ് എടുക്കുന്നതെന്നും ഇന്ത്യ മുന്നണിയിൽ വിശ്വാസക്കുറവുണ്ടെന്നും മുന്നണി എന്ന രീതിയിൽ പോകാൻ സാധിക്കില്ല എന്നും രാഷ്ട്രീയ വിഷയമായി ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് വയ്ക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നും ഓരോ സംസ്ഥാനങ്ങളും ഓരോ യൂണിറ്റായി എടുത്താൽ ഭാവിയുണ്ട് എന്നും BJP വിരുദ്ധ വോട്ടുകൾ ചോരാതെ ഫലപ്രദമായി BJP-യെ പ്രതിരോധിക്കണമെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതിന് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നതാണ് വ്യക്തമായതെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. പത്മജ പോയാൽ മുഖ്യമന്ത്രിയെ പഴിക്കുന്നത് കനകോലു സിദ്ധാന്തമാണെന്നാണ് ഗോവിന്ദൻ മാഷ് ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത്. എന്തുണ്ടായാലും മുഖ്യമന്ത്രിയെ കുറ്റം പറയണം. KC വേണുഗോപാൽ നടപ്പാക്കുന്നത് അതാണ് എന്നും പ്രതിപക്ഷ നേതാവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിലവാരമില്ലാത്ത തരത്തിലുള്ള പ്രതികരണമാണ് എന്നും ഗോവിന്ദൻ മാഷ് കൂട്ടിച്ചേർത്തു. മുസ്ലിങ്ങൾക്ക് കോൺഗ്രസിൽ വിശ്വാസം നഷ്ടമായെന്ന് അദ്ദേഹം തന്നെ സ്വയം വിലയിരുത്തുകയാണ്. എന്തായാലും കോൺഗ്രസിനെ തരം താഴ്ത്തിക്കൊണ്ട് CPM-ലേക്ക് മുസ്ലിം വിഭാഗത്തെ കൊണ്ടുവരാനുള്ള CPM-ന്റെ നീക്കം അത്ര ഫലമാകില്ല എന്നാണ് ഇതിന് പിന്നാലെ വരുന്ന കമന്റുകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്.